നമസ്തേ. രാമായണം 3 തലത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഭക്തിയാണ് പരമപ്രധാനം. ഭാരതത്തിൻ്റെ മുഖമുദ്ര തന്നെ, ആധ്യാത്മികതയുടെ മുഖമുദ്ര തന്നെ ജ്ഞാന കർമ്മ ഭക്തിയോഗങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാം. അതിൽ എന്താണ് ഭക്തി? നാരദ ഭക്തിസൂത്രത്തിൽ നാരദ മഹർഷി പറയുന്നത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി എന്നാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യമുണ്ട്. അതിന് നമ്മൾ ജീവാത്മാവ് എന്നാണ് പറയുക. അതേ രൂപത്തിൽ തന്നെയുള്ള സാക്ഷാൽ ആ പരമാത്മ ചൈതന്യത്തോട് ചേരുവാനുള്ള അഭിവാഞ്ചയാണ് ഭക്തിക്ക് ആധാരം. അപ്പോൾ അതാണ് സ്വസ്വരൂപാനുസന്ധാനം. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ പകരുമ്പോൾ എങ്ങനെയാണോ ധാര മുറിയാതെ നൂലുപോലെ നമുക്ക് കാണപ്പെടുന്നത്, അതുപോലെ ഭഗവാങ്കൽ ഭക്തി ഉണ്ടാവണം. ഈ ഭക്തി 3 തലത്തിലാണെന്നാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. 1 ദാസ്യഭക്തി, 2 വിദ്വേഷഭക്തി, 3 വിധേയഭക്തി. ദാസ്യഭക്തിക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു സാക്ഷാൽ ഹനുമാൻ സ്വാമി. വിദ്വേഷഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് രാവണൻ. വിധേയഭക്തിയുടെ ഉദാഹരണമാണ് സാക്ഷാൽ സീതാദേവി. അവിടെ സമ്പൂർണ്ണ ഉപാധികളില്ലാത്ത വിധേയത്വമാണ് സീതാദേവി തൻ്റെ ഭർത്താവിനോട് അഥവാ ഭഗവാനോട് കൽപ്പിച്ചത്. പ്രകൃതിക്കെപ്പോഴും പുരുഷനോട് ചേരുവാനുള്ള അഭിവാഞ്ച. അവിടെ മറ്റുപാധികളൊന്നുമില്ല. നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ ആധാരം തന്നെ ഇതാണ്. ഈ പുരുഷ പ്രകൃതി സംയോഗം, ഈ തത്വമാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ഭക്തിയാണ്, ഭർത്തൃഭക്തിയാണ്. ഭർത്താവിനെ ഈശ്വര തുല്യം കാണുന്ന ആ അകളങ്കമായ നിഷ്കളങ്കമായ ഭക്തിക്ക് ആധാരമല്ലേ സത്യത്തിൽ രാമായണം. അതുപോലെ തന്നെയാണ് ദാസ്യഭക്തിയുടെ ഉത്തമ ഉദാഹരണം. അവിടെ അത് ഭഗവാൻ ഹനുമാൻ സ്വാമി തന്നെ ഭഗവാനോട് എപ്പോഴും ഭഗവാനെ ദാസ്യഭാവേന പൂജിക്കുന്ന തലം. അതുപോലെയാണ് വിദ്വേഷഭക്തി. വിദ്വേഷഭക്തിക്ക് ഉത്തമമായ ഉദാഹരണമാണ് സാക്ഷാൽ രാവണൻ. നമുക്ക് രാവണനെ നമ്മൾ കാണുന്നത് ദുഷ്ടനായിട്ടാണ്, മറ്റ് പലതലത്തിലാണ്. പക്ഷേ വിദ്വേഷഭക്തനായിരുന്നു രാം. ഭക്തി കൊണ്ട് 7 ജന്മം കൊണ്ട് സിദ്ധിക്കുന്ന മുക്തി, അത് വിദ്വേഷഭക്തി കൊണ്ട് ആ ജന്മത്തിൽ തന്നെ സാധിക്കും എന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. അതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുമുണ്ട്. രാമായണത്തിൽ തന്നെ രാവണൻ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. സാക്ഷാൽ അയോധ്യാകാണ്ഡത്തിൻ്റെ ഈ ആരണ്യകാണ്ഡത്തിൽ തന്നെ ശൂർപ്പണഖ വൃത്താന്തത്തിൽ പറയുന്നുണ്ട്. രാവണൻ സ്വയം പറയുന്നുണ്ട്, ഭഗവാൻ വിഷ്ണുവാണ് രാമനെങ്കിൽ രാമശരമേറ്റെനിക്ക് സായുജ്യം പ്രാപിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യം തന്നിൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സ് നിരൂപിച്ചാൽ എന്നാണ് പറയുക. അപ്പോൾ എപ്പോഴും എനിക്ക് ആധാരം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരമപ്രധാനമായി വേണ്ടത് എനിക്ക് ഭഗവാനോടുള്ള ചേർച്ച തന്നെയാണ്. അതുപോലെയാണ് ഈ രാവണൻ പറയുന്ന വേറൊരു ഭാഗമുണ്ട് സുന്ദരകാണ്ഡത്തിൽ. വരദനജനമരും അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യം എനിക്കെന്ന് കിട്ടുന്നു, അതിന് ബദ്ധസമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ. അപ്പോൾ എന്നാണ് വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് രാവണൻ ഇതൊക്കെ യത്നിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയുടെ 3 പ്രധാന ഘടകങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു.
ഒന്ന് ദാസ്യഭക്തി, 2 വിദ്വേഷഭക്തി, 3 വിധേയഭക്തി. ഇത് 3ഉം അറിഞ്ഞുകൊണ്ട് രാമായണം വായിക്കുവാൻ കഴിയണം. എല്ലാവർക്കും നമസ്തേ.